عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സൂറത്തുൽ ഹശ്ർ അധ്യായം 59. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. തസ്ബീഹ് ചെയ്തുകൊണ്ട് അള്ളാഹു ഈ ഒരു കാര്യം 4-ാമത്തെ തവണയാണ് നമ്മുടെ ഈ തഫ്സീറിൽ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് ഒരുപാട് തവണ ഇത് പറയുന്നുണ്ട്. അള്ളാഹു ആകാശഭൂമികൾ, ഈ ഭൂമി പ്രപഞ്ചമാസകലം, ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു. അഥവാ അള്ളാഹുവിൻ്റെ മുസ്ലിമായ സൃഷ്ടിചരാചരങ്ങളാണ്. അവ അള്ളാഹുവെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ആ ഒരു സംവിധാനം ഭൂമിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ് നമ്മൾ കാണപ്പെട്ട ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും, പ്ലസ് നമ്മളും അതിലേക്ക് വരണം. പ്രപഞ്ചമാസകലം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, നമ്മളും അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് വരണം. വഹുവൽ അസീസുൽ ഹക്കീം, നജയ്യനും യുക്തിമാനുമാണ്. ഹുവല്ലദീ അഖ്റജല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലിഅവ്വലിൽ ഹശ്ർ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവത്തിലേക്ക്, ഒരു കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാരണം ഒരു ചരിത്ര പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ്. ആ കഥയിൽ നിന്ന് അതിൻ്റെ ബാക്കിപത്രം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ആയത്ത് തുടരുന്നത്. സംഭവം ഇങ്ങനെയാണ്. മദീന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന, നമുക്കറിയാം മദീന മാത്രമല്ല, ഇജാസ് മൊത്തം അറബ് ദേശം എന്ന് പറഞ്ഞാൽ കുറേ ഗോത്രങ്ങളായിരുന്നു. ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രത്തിൽ തന്നെ ഒരുപാട് ആയിരക്കണക്കിന് അംഗങ്ങളുള്ള ഗോത്ര സമൂഹങ്ങളായിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. ഒരു മിനി സെമി ഗവൺമെൻറ് തന്നെ അതിന് പറയാം. ഇന്നും ചില ഭാഗത്ത്, യമനിലും പല ഭാഗത്തൊക്കെ ഉള്ള ഗോത്രങ്ങൾ, അത് ചില മിലീഷ്യകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള അവർക്കൊക്കെ അവരുടേതായ പട്ടാളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കോട്ടകളുണ്ടായിരുന്നു. അവരൊക്കെ അവരുടേതായ ഒരു ബൗണ്ടറിക്കുള്ളിലാണ്. ഇന്നിപ്പം ഇന്ത്യയിലൊക്കെ ചില ഗല്ലികളുണ്ടല്ലോ, അതൊക്കെ പോലെ അവർ ജീവിച്ചിരുന്നു. എന്നാൽ അതിൽ കുറച്ചുകൂടെ നാഗരികത സ്വഭാവത്തിലേക്ക് വന്നിട്ടുള്ള ചില ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് അപ്ഡേറ്റഡായി പുറത്തേക്ക് പോയി വ്യാപാര യാത്രകളൊക്കെ ചെയ്യുന്ന, അതിനൊരു നേതാവ് ഉണ്ടാകും, അതിൽ കുറച്ച് കമ്മിറ്റി ഉണ്ടാവും, അവർ കമ്മിറ്റി കൂടുന്ന സ്ഥലങ്ങളുണ്ടാവും. ഒരു ചെറിയൊരു നഗരവൽകൃത സ്വഭാവത്തിലുള്ള ചില ഗോത്രങ്ങളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ചില ജൂതഗോത്രങ്ങളുണ്ടായിരുന്നു. ജൂതഗോത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഏരിയയിൽ തന്നെ മുസ്ലിങ്ങൾ കുറവായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെ ജീവിക്കുന്ന സ്ഥലങ്ങൾ മദീനക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുമായിട്ടുള്ള കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കരാറുകൾ, നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഇനിയുള്ള മുന്നോട്ട് പോക്ക്, നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മളെ യുദ്ധം ചെയ്യാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അവർ വ്യാപാര യാത്ര, നിങ്ങൾ ഇതുവഴി വരണം, ഇതുവഴി പോകണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് അവർ കരാറുണ്ടായിരുന്നു. അവരത് അംഗീകരിച്ചതുമാണ്. പക്ഷേ പിൽക്കാലത്ത് പലരും ഈ മുനാഫിക്കുകളുടെ സൂറത്തുൽ മുനാഫിഖൂന് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിൽ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ പല തലവേദനകൾ ചില ഗോത്രങ്ങൾ ഉണ്ടാക്കി. അവരുമായിട്ട് പിന്നെ ഒരു ഗോത്രത്തെ മദീനക്കകത്തു നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. ഒരു ഗോത്രത്തെ എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ചില ആളുകളെ നാട് കടത്തേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ വല്ലാതെ, അതായത് ഒരു സമാധാനമുള്ളൊരു നാടിന് ചേരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അങ്ങനെ ഒഴിവാക്കേണ്ടൊക്കെ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ചില ആളുകളൊക്കെ പോയി താമസിച്ചത് മദീനക്ക് പുറത്തുള്ള ഒരു ഗോത്രമാണ്. അപ്പോൾ ആ ഗോത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ജൂത ഗോത്രമാണ്. മാത്രമല്ല ബനു നദീർ എന്നാണ് ആ ഗോത്രത്തിൻ്റെ പേര്. അത് അറബികൾ തന്നെയാണ്, ഹിബ്രു ഭാഷ സംസാരിക്കുന്നവരൊന്നും അല്ല, അറബികളായിരുന്നവർ തന്നെയാണ്. എന്നാലും ഒരു ഹിബ്രു ഭാഷ അറിയാം, ആ ഒരു പരമ്പരയിലുള്ളവരാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആ കോട്ട എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്ഥലമാണ്. അവിടേക്ക് മറ്റാർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല.
മാത്രമല്ല അവർ മദീനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്തുകൊണ്ട് മദീനയിലേക്കുള്ള ആഭ്യന്തര വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും മാത്രമല്ല ഒരു ഭീഷണിയായിട്ട് എപ്പോഴും നിലകൊള്ളുകയും പല ചാരപ്രവർത്തികളും മാത്രമല്ല ഇനി മക്കയിൽ നിന്ന് മദീനയെ ആക്രമിക്കാൻ വന്നാൽ ഈ ഗോത്രത്തിൻ്റെ സഹായമൊക്കെ ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവർ അത്യാവശ്യം ശക്തിയുള്ളവരാണ്, ഇവർക്ക് നല്ല ആയുധശേഷിയൊക്കെ ഉള്ള ഒരു വിഭാഗമാണ് ഈ ഗോത്രം. അങ്ങനെ ഇവരുടെ പ്രയാസം മാത്രമല്ല ഇവർക്ക് വലിയൊരു ആത്മവിശ്വാസം, ഞങ്ങൾ ശക്തമായ കോട്ടക്കകത്താണ്, നമ്മൾ പുറത്തുനിന്ന് ടീമിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ വലിയ പാടാണ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെ നിന്നിരുന്നൊരു ടീമായിരുന്നു ഇവർ. അപ്പം ഇവരെ കുറച്ച് ദിവസം പ്രതിരോധിച്ച് അള്ളാഹു ഈ ആയത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇവരുമായിട്ടുള്ള അറ്റാക്കിൽ ഹുവല്ലദീ അഖ്റജല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്. അപ്പോൾ അഹ്ലിൽ കിതാബ് എന്നാണ് ഇവരെ പറ്റി പറയുന്നത്. ഒരു പക്ഷേ അതിൽ ക്രിസ്ത്യാനികളുണ്ടാവും, ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. പക്ഷെ എന്തായാലും ഇവർ വലിയ ഭീഷണിയായിരുന്നു മദീനക്ക് മാത്രമല്ല, നിലവിൽ ആ സമീപ പ്രദേശങ്ങളിലൊക്കെ ഇവർ ഭീഷണിയുള്ള, എന്നുവെച്ചാൽ ഇവരിൽ കൊള്ള സംഘവും അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള നീതിയും നടപ്പാക്കാത്ത ഒരു വിഭാഗമായിരുന്നു, വാക്ക് പാലിക്കാത്ത വിശ്വാസവഞ്ചകരായ ഒരു വിഭാഗമായിരുന്നു. അതെല്ലാവർക്കും അറിയുന്ന, അതായത് മദീനക്കകത്തുള്ള ജൂതന്മാർ വരെ ഇവർക്കെതിരായിരുന്നു. ഇന്നിപ്പോൾ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത് രണ്ടഭിപ്രായം ഉണ്ടല്ലോ, ജൂതന്മാർക്ക് തന്നെ രണ്ടഭിപ്രായം ഉണ്ടല്ലോ. അപ്പോൾ എന്ന പോലെ ഇവർ മനുഷ്യത്വമില്ലാത്ത ഒരു വിഭാഗമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവർ. ഇന്നും അങ്ങനെയൊക്കെ തന്നെ, നല്ലൊരു വിഭാഗവും അങ്ങനെ തന്നെയാണ്, സത്യമാണ്. പക്ഷേ ഇവരെ അവിടെ മദീനയ്ക്ക് ഭീഷണി എന്നുള്ള അർത്ഥത്തിൽ ഇവരോട് പ്രതിരോധിക്കേണ്ടി വന്നു. അപ്പം മദീനയിൽ നിന്ന് മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന ഒരു സംഘം അങ്ങോട്ട് പോവുകയും അവരെ പ്രതിരോധത്തിലാക്കി. അവരോട് പറഞ്ഞു, ഒന്നെങ്കിൽ നമ്മളെ കരാറ് പാലിക്കണം, ഇങ്ങനെ നമ്മൾ ഭീഷണിയായിട്ട് തുടരാൻ വിടൂല എന്ന് പറഞ്ഞു. വളരെ മനോഹരമായിട്ട് അവിടെ പിന്നെ നടക്കുന്ന കുറേ അത്ഭുതങ്ങളാണ്. ആ കോട്ടക്കകത്ത് നിന്ന് മാ ളനൻതും അൻ യഖ്റുജൂ, അപ്പോൾ അവരൊരിക്കലും വിചാരിച്ചില്ല ആ കോട്ടൻ്റെ ഉള്ളിൽ നിന്ന് അവർ പുറത്ത് പോകേണ്ട ഒരവസ്ഥ, ഒരു ലോകക്രമം, കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا. അപ്പോൾ അവരുടെ വിചാരത്തിൽ നിന്ന് അവർ മാറി, അവർ തങ്ങളുടെ കോട്ടകൾ അള്ളാഹുവിൽ നിന്ന് തങ്ങളെ രക്ഷിക്കും, അവരങ്ങനെ പ്രതീക്ഷിച്ചത്. അവരൊരിക്കലും ആ കോട്ടയിലുള്ള അന്ധമായ വിശ്വാസമല്ല, അവരുടെ ശക്തിയിൽ അവർ വിശ്വസിച്ചിരുന്നു. അവർക്ക് അത്യാവശ്യം ആൾബലവും ആയുധബലവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യുഖ്രിബൂന വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ് യുഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം വഐദിൽ മുഅ്മിനീന ഫഅ്തബിറൂ യാ ഉലിൽ അബ്സാർ. അപ്പോൾ അവരുടെ കൈകളുടെ പ്രവർത്തന ഫലമായിട്ട്, അവരക്രമം കാണിച്ചതിൻ്റെ ഫലമായിട്ടും, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ അവിടെ ആ ഒരു പ്രതിരോധം നടത്തിയ സന്ദർഭത്തിൽ അത്ഭുതകരമായ പല സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവസാനം വല്ലാതെ അപമാനിതരായിട്ട്, കാരണം അവർക്ക് പുറത്തേക്കുള്ള വാണിജ്യം, അതായത് ഒരുപാട് കാലമൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ കോട്ടയ്ക്കുള്ളിൽ താമസിക്കാൻ സാധ്യമല്ല. അവർ ഡിപ്പെൻഡ് ചെയ്ത് പുറത്തുള്ള അവരുടെ തോട്ടങ്ങൾ പുറത്താണ്. അപ്പോൾ അവിടെ പോയിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന്, സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴവും അതുപോലെ ഭക്ഷ്യധാന്യങ്ങളൊക്കെ അവരുടെ കൃഷിയിടം വേറെ സ്ഥലത്താണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ കൊട്ടക്കകത്ത് അവരുടെ താമസം മാത്രമാണ്. എന്നാലാവട്ടെ ഇവർക്ക് ഭക്ഷണം എടുക്കാൻ പോലും പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടായി. ആകെ അവർ അപമാനിതരായി. അങ്ങനെ അവർക്ക് അവിടുന്ന് കോട്ട വിടേണ്ടി വന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ഒന്നെങ്കിൽ കരാറ് പാലിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ അവരൊരിക്കലും അഭിമാനം അതിന് സമ്മതിച്ചില്ല. അവരാവട്ടെ ദുരഭിമാനം നടിച്ചിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ അധീനതയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ അവിടുന്ന് ഇറങ്ങും. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ആയുധങ്ങളോ സമ്പത്തോ ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, ഒരു ഒട്ടകപ്പുറത്ത് നിങ്ങൾ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തോ, രണ്ടാമത് വന്ന് ട്രിപ്പ് എടുക്കാനൊന്നും പറ്റില്ല, ഒറ്റ അടിക്ക് നിങ്ങൾ എടുത്തു പോകാൻ പറ്റുന്നതൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ആ വീടൊക്കെ പൊളിച്ചു എന്നാണ്. മുസ്ലിങ്ങൾക്ക് അവർക്ക് എന്തൊക്കെ അവർക്ക് എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തിട്ട് അവർ
അവിടുന്ന് പോയി എന്നാണ്. അപ്പോൾ അക്രമികളായ ഒരു ജനതയായിരുന്നു അവരൊന്ന്. സത്യനിഷേധികളാണെന്ന് മാത്രമല്ല അവർ വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു. അതാണ് ഈ ഒരു ഒന്നാം സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാം ഹഷർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ولولا أن كتب الله عليهم الجلاء لعذبهم في الدنيا ولهم في الآخرة عذاب النار. അവരെ വലൗല അൻ കതബല്ലാഹു അലൈഹിമുൽ ജലാ, അവരെ അങ്ങനെ അവിടുന്ന് ആ നാട് വിട്ട് പോകേണ്ട ആ ഒരു അവസ്ഥ അവർക്ക് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അള്ളാഹു ലഅദ്ദബഹും ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ അള്ളാഹു അവരെ കാര്യം തീരുമാനമാക്കുമായിരുന്നു. അതായത് ലോക ചരിത്രത്തിൽ പ്രവാചകന്മാർക്കെതിരെ ഇസ്ലാമിനെതിരെ ശബ്ദിക്കുകയും അല്ലെങ്കിൽ അതിനെതിരെ പുറപ്പാട് നടത്തുകയും ചെയ്തവർക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത് അതിശക്തമായ അള്ളാഹുവിൻ്റെ അദാബാണ്. അത് നമുക്കറിയാം, ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെ ഇവർക്കും സംഭവിക്കുമായിരുന്നു. പക്ഷേ അവരെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ അവിടുന്ന് ഇറങ്ങിയത് കൊണ്ട് അവരെ അള്ളാഹു ശിക്ഷിച്ചിട്ടില്ല. വലഹും ഫിൽ ആഖിറതി അദാബ്, എന്നാൽ ആവട്ടെ പരലോകത്ത് അവർക്ക് കഠിനമായ നരകശിക്ഷയാണ് അവർക്ക് ലഭിക്കാനുള്ളത്. ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله شديد العقاب. എന്തുകൊണ്ടാ? ذلك بأنهم شاقوا الله, അള്ളാഹിൻ്റെ റസൂലിനെക്കെതിരായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹിൻ്റെ റസൂലിനെതിരെ, ഇതെല്ലാം ചരിത്രത്തിൽ അങ്ങനെയാണ്. എല്ലാ പ്രവാചകന്മാർക്കെതിരെയും ഇവർ സംഘടിച്ചിട്ടുണ്ട്. ഇവർ തന്നെ ജൂതന്മാരെ മാത്രമല്ല, അഹ്ലുൽ കിതാബും ക്രിസ്ത്യാനികൾ മാത്രം, അതിന് മുമ്പുമുള്ള ജനതയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ പുറത്താക്കേണ്ടി വന്നത്. എന്നാലാവട്ടെ മദീനയിൽ ജൂതന്മാരുണ്ട്, അവർ മുസ്ലിങ്ങളല്ല. ക്രിസ്ത്യാനികളുണ്ട്, അവർ മുസ്ലിങ്ങളല്ല. അങ്ങനെ നിർബന്ധിത മതപരിവർത്തനം മദീനയിൽ പോലും സംഭവിച്ചിട്ടില്ല. ചില കരാറുകൾ ഉണ്ടാക്കി ജൂതഗോത്രങ്ങളുമായിട്ട്, നിങ്ങളുടെ ആരാധനാനുഷ്ഠാനങ്ങളുമായിട്ട് ഇവിടെ മദീനത്തിൽ തന്നെ നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങൾ രണ്ടാം പൗരന്മാരല്ല, നമ്മൾക്ക് ഒരേപോലെ ഈ രാജ്യത്തിൻ്റെ അവകാശികളാണ് എന്ന രീതിയിൽ ഒരു മതേതര സെക്കുലർ രാഷ്ട്രമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയത്. അല്ലാതെ അവിടെ ഒരിക്കലും ഒരു മതരാഷ്ട്രം ഉണ്ടാക്കിയിട്ടില്ല. അത് നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മതരാഷ്ട്രം എന്ന സങ്കല്പമേ ഇസ്ലാമിലില്ല, അങ്ങനെ ഒരു സങ്കല്പമില്ല. എന്നാൽ നീതിയുടെ രാഷ്ട്രം, അതാണ് ഇസ്ലാമിക രാജ്യം. നീതിയുടെ രാഷ്ട്രം അതെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ? ജനാധിപത്യം പുലരുന്ന, നീതി പുലരുന്ന, ലോകത്ത് മാതൃകയില്ലാത്ത ഇങ്ങനെ ഒരു രാഷ്ട്രസങ്കല്പം, മദ്യം ഇല്ലാത്ത, സാമൂഹ്യ തിന്മകൾക്കെതിരെ അതിശക്തമായ നിയമ സംവിധാനങ്ങളുള്ള നല്ല മനോഹരമായൊരു രാജ്യമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ അവിടെ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ? മദീനയിൽ സമാധാനം എന്ന് പറഞ്ഞ സാധനമില്ലായിരുന്നു. അവിടെ ആകെ പരസ്പരം ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘടനകൾ കൊണ്ട് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സംഘടനകൾ നടക്കുന്ന സ്ഥലമായിരുന്നു മദീന. അതൊക്കെ മാറി ആ ഗോത്രത്തലവന്മാരൊക്കെ ഒന്നിച്ച് നല്ല സ്നേഹത്തോടെ പോകുന്ന ഒരവസ്ഥ സംജാതമായത് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വരവാണ്. വമൻ യുശാഖില്ലാഹ ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അള്ളാഹുവോടും അള്ളാഹിൻ്റെ റസൂലിനോടും വിരോധം വെച്ച് പുലർത്തുന്നവർ യുശാഖില്ലാഹ ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു അവരെ കഠിനമായി ശിക്ഷിക്കുന്നതാണ്. ദുനിയാവിൽ വെച്ചും പരലോകത്ത് വെച്ചും രണ്ടും ഉണ്ടാകും. ഇനി ഒരു സംഭവം അതിൻ്റെ അടുക്കുള്ളത്, മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ. യുദ്ധ നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. നമ്മൾ പ്രകൃതി നശിപ്പിക്കാൻ പാടില്ല, സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുത്, ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ അവിടെ ആ ഒരു ഉപരോധം ഇവർക്ക്, നേരത്തെ പറഞ്ഞില്ലേ, കൃഷിയിടത്തിലേക്ക് അവർക്ക് പോകാനുള്ള ഒരു തടസ്സം ഉണ്ടാവും വേണം. മാത്രമല്ല അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള കോട്ടയോട് ചേർന്നുള്ള ചില മരങ്ങളോ ഈത്തപ്പ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർ മുറിച്ച് കളഞ്ഞു. അപ്പോൾ ഒരു പ്രതിരോധത്തിന്, ഇത്
ബദറിലും സംഭവിച്ചിട്ടുണ്ട്. ബദർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലും വിശ്വാസികളുടെ ഭാഗത്തായിരുന്നു വെള്ളം ഉണ്ടായിരുന്ന കിണറുണ്ടായിരുന്നു. അപ്പോൾ ആ കിണർ ഒരു ഭാഗം അവർ വെള്ളം എടുത്തിട്ട് അവർ മൂടുന്നൊരു സാഹചര്യം. എന്ന് വെച്ചാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ കാരുണ്യമല്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്യുന്നവനോട് അക്രമം ചെയ്യുക എന്നുള്ളതാണ്. അവിടെ പിന്നെ കാരുണ്യം അവിടെ കാണിക്കേണ്ടതില്ല. അപ്പം യുദ്ധ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയത്തിൽ ചില നീക്കുപോക്കുകൾ യുദ്ധത്തിനാവശ്യം, അവരെല്ലാ മരങ്ങളും മുറിച്ച് കളയല്ല ചെയ്തത്. അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാവിധ പഴുതുകളും അടക്കുന്ന രീതിയിലുള്ള അവിടുത്തെ മരങ്ങളെ മുറിച്ച് കളയൊക്കെ ചെയ്ത സംഭവമാണ്. അത് അവർ വലിയ വാർത്തയായിട്ട് പ്രചരിപ്പിക്കാനൊക്കെ നോക്കിയിരുന്നു. വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير. ഇനി ഈ ഒരു സംഭവത്തിൽ ആ ഒരു കോട്ട പിടിച്ചടക്കിയപ്പോൾ അള്ളാഹു കുറച്ച് സമ്പത്ത്, ഇവരങ്ങ് പോയി കഴിഞ്ഞാൽ അവർ കുറച്ച് സമ്പത്തൊക്കെ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പലതും ഈ പറഞ്ഞ രീതിയിൽ കൊള്ള നടത്തിയൊക്കെ പിടിച്ച സമ്പത്ത് തന്നെ അവരവിടെ ഒരു ശേഖരം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ സമ്പത്ത് ഒമ അഫ അള്ളാഹു അല റസൂലിഹി മിൻ ഫമ ഔജഫ്തും അലൈഹി മിൻ ഖൈലിൻ, അത് അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്താണ്, പ്രവാചകന് അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പിന്നാലെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ പോയിട്ട് ഓടിച്ചു പോകേണ്ടി വന്നില്ല. അപ്പോൾ ആ ഒരു സമ്പത്തിൻ്റെ മേലെ അള്ളാഹു ആധിപത്യം നൽകിയത് അത് അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ്. നിങ്ങൾ വലിയൊരു യുദ്ധം നടത്താതെ തന്നെ അവിടെ കുറേ അത്ഭുതങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അള്ളാഹു ആലം. ഈ ആയത്തുകളിലൂടെ വായിക്കാൻ അതിൻ്റെ കൃത്യമായ വിവരണമൊന്നും തഫ്സീറിൽ ലഭ്യമല്ല. പക്ഷേ എന്തോ ഇവർക്ക് ആ ഒരു സമ്പത്തൊക്കെ അധീനമായി എന്നുള്ള അത്ഭുതകരമായ ഒരു സംഘട്ടനമോ രക്തച്ചൊരിച്ചിലോ ഒന്നുമില്ലാതെ തന്നെ മാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി وللرسول ولذي القربى واليتامى والمساكين وابن السبيل. അങ്ങനെ കിട്ടി. ഈ സമ്പത്തിൻ്റെ വിഷയത്തിലുള്ള നിലപാടും കൂടിയാണ് പറയാ. സാധാരണ പിന്നെ വിവിധ നാടുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദൂതന്, അള്ളാഹിൻ്റെ റസൂലിന് ലഭ്യമായിട്ടുള്ള സമ്പത്ത് ആർക്കുള്ളതാണ്? അത് ഖുർബ, യതാമ, മസാക്കിൻ, യത്തീമുകൾക്കും അഗതികൾക്കും അതുപോലെ അടുത്ത ബന്ധുക്കൾക്കും, വബിനിസബിൽ, അടുത്ത ആളുകൾ പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾ, ഇപ്പോൾ യുദ്ധം നടത്തിയ ആളുകൾ, അവർക്കും ഇതിന്നൊരു പങ്ക് ലഭിക്കേണ്ടതുണ്ട്. വബിനിസബിൽ, വഴിയാത്രക്കാരായ, അല്ലാഹു ഫീ സബീലില്ല പോകുന്നവരും. കൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും. അത് എന്തിനാണ് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കിട്ടുന്ന സമ്പത്ത് നിങ്ങളുടെ കാരണവന്മാരായ അല്ലെങ്കിൽ മദീനത്തുള്ള പിന്നെ പൗരപ്രമുഖന്മാരായ ആളുകൾ ഒരുപാടുണ്ടല്ലോ. ഖുറൈശികളായിട്ടും മുഹാജിറുകളായിട്ടും അൻസാറുകളായിട്ടും അവർക്കൊന്നും അങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കാനുള്ളതല്ല. ഇത് ഈ പാവങ്ങൾക്കൊക്കെ വിതരണം ചെയ്യണം. അങ്ങനെ കിട്ടുന്ന സമ്പത്ത്, ഗനീമത്ത് മുതൽ യുദ്ധ മുതലുകളൊക്കെ സാധാരണ പട്ടാളക്കാർക്കൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സംഭവം അന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെയുള്ള അവകാശികളായ ആളുകളിലേക്ക്, പാവങ്ങളിലേക്ക് അത് എത്തണം. അത് എന്തിനാ എന്ന് കൂടെ പറയുന്നുണ്ട്. യകൂന ദൗലത്തുൻ ബൈനൽ അഗ്നിയായി, സമ്പന്നന്മാർക്കിടയിൽ പൈസ ഇങ്ങനെ കറങ്ങുന്നത് ഇസ്ലാമികമായ ശരിയല്ല. പൈസ ഉള്ളവരെന്നും പൈസക്കാരാകുക, അത് വീണ്ടും പൈസ ഉണ്ടാക്കുക, അവരങ്ങനെ സുഖിച്ച് ജീവിക്കുക എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി അതല്ല. അത് എല്ലാവരിലേക്കും എത്തണം, പാവങ്ങളിലേക്കും സമ്പത്ത് എത്തണം. അതെത്തണമെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നും ഈ ദുനിയാവിൽ ഇല്ല. അത് കൊടുക്കുക, അതിനാണ് സക്കാത്ത്, അത് സദഖ എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്.
അള്ളാഹിൻ്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് നൽകുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. അതെന്താണ് വിലക്കുന്നത് അതിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. അള്ളാഹുവിൽ തഖ്വയുള്ളവരാവുക. അപ്പോൾ ആ യുദ്ധം കഴിഞ്ഞ് ഒരുപാട് സമ്പത്തൊക്കെ കിട്ടിയപ്പോൾ എല്ലാവരും വലിയ യുദ്ധം നിങ്ങൾക്ക് നടത്തേണ്ടി വന്നില്ല. ജസ്റ്റ് ഒരു പ്രതിരോധം ചെയ്തപ്പോഴത്തേക്ക് ഇത്ര വലിയ സമ്പത്ത് കിട്ടിയല്ലോ. അതൊക്കെ അതിപ്പം അൻസാറുകളിൽ ചില ആളുകളും മുഹാജിറിൽ ഹിജ്റ ചെയ്ത മുഹാജിറുകളിൽ പെട്ട ചില ആളുകളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചത് ഒരുപാട് കിട്ടുമല്ലോ. സാധാരണ നമ്മുടെ നാട്ടിലെ നിയമം പട്ടാളക്കാർക്ക് വിതരണം ചെയ്യാനാണല്ലോ, യുദ്ധം ചെയ്തവർക്കൊക്കെ സർവ്വസൈന്യാധിപന് കൂടുതൽ എന്നൊക്കെ വെച്ചൊരു നിയമമൊക്കെ, ഒരു നാട്ടു നിയമമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ അല്ല, അത് പോണത് ആവശ്യക്കാരിലേക്കാണ് എന്ന കാര്യം മുസ്ലിം സമുദായത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്. ഇനി അതല്ല, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൽ നിന്ന് അത് കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്, അള്ളാഹിൻ്റെ റസൂൽ തരുന്ന നിങ്ങൾ സ്വീകരിക്കുക. അതിലപ്പുറത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കരുത്. ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്, അള്ളാഹു എന്ത് ചെയ്യാണ്, അതികഠിനമായിട്ട് നിങ്ങളെ ശിക്ഷിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു വാണിംഗ് കൂടിയാണ്. അത് മുസ്ലിം സമുദായത്തിന് അങ്ങനെയുള്ള സഹാബിമാരൊന്നും ഇല്ല. മദീനയിൽ നിന്ന് ഇപ്പോൾ പടപ്പുറപ്പെട്ടുള്ളതിലും മെജോറിറ്റിയും അള്ളാഹിൻ്റെ റസൂൽ എന്ത് പറയുന്നു അത് ശിരസാവഹിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളവരാണ്. ലിൽ ഫുഖറാഇൽ മുഹാജിരീനല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون. ഈ യുദ്ധം മുതൽ ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ, ഹിജറ ചെയ്തു വന്നവരില്ലേ, മക്കയിൽ നിന്ന് സ്വന്തം നാട് വിട്ടു വന്നവരില്ലേ, എൻ്റെ പ്രിയപ്പെട്ട മക്ക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നടക്കുന്ന സന്ദർഭത്തിൽ മക്ക വിട്ട്, പ്രിയപ്പെട്ട എൻ്റെ ജന്മനാട് വിട്ട് ഇങ്ങനെ പോവുക അള്ളാഹിൻ്റെ റസൂല്. അങ്ങനെ പോകുന്ന സമയത്ത് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂല് തിരിഞ്ഞെന്ന് നോക്കി, എൻ്റെ പ്രിയപ്പെട്ട മക്ക, വികാരനിർഭരമായ നിമിഷങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്ക, നിന്നെ ഞാൻ ഉപേക്ഷിച്ചത് ഇങ്ങനെ ഒരു പ്രയാസമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ നാട് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ലായിരുന്നു. അങ്ങനെ മദീനയിലേക്ക് മുഹമ്മദ് റസൂലുള്ള ചെന്നെത്തുമ്പോൾ പാവങ്ങളായ ഒരുപാട് ആളുകൾ ഹിജ്റ ചെയ്തെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള വീടും നാടുമെല്ലാം ഉപേക്ഷിക്കപ്പെട്ടവർ, ഒന്നുമില്ല, ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രമായിട്ട് ഓടിപ്പോകുന്ന പലരുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്കുള്ളതാണ് ഈ സമ്പത്ത്. അല്ലാതെ അത് ഒരിക്കലും പട്ടാളക്കാർക്കിടയിൽ വിതരണം ചെയ്യാന്നുള്ള സംവിധാനമില്ല. അങ്ങനെ ഹിജ്റ ചെയ്തവർ ഉഖ്രിജൂ മിൻ ദിയാരിഹിം, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കിയവർ, വീട്ടിൽ നിന്ന് പേര് വെട്ടി, വീട്ടിൽ ഇനി കയറണ്ടെന്ന് പറഞ്ഞു. ഈ സമ്പത്തുള്ളവർ തന്നെ ചില ആളുകളൊക്കെ എല്ലാം നഷ്ടപ്പെട്ടവരായി. നിങ്ങളെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. അവരെന്തൊക്കെ നേടി, അവരുടെ നാട്ടിൽ എത്ര വലിയ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമൊക്കെ കേട്ടാൽ കണ്ണ് നിറയും. എത്ര വലിയ സമ്പന്നനായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെയുള്ള മുഹാജിറുകൾക്കിത് ഈ സമ്പത്ത് വിതരണം ചെയ്യണം. അത് അവരുടെ അവകാശമാണ്. അതാരുടെ അള്ളാഹിൻ്റെ ഔദാര്യം, അള്ളാഹിൻ്റെ ഫളല് പ്രതീക്ഷിച്ചിട്ട് ആ അള്ളാഹിൻ്റെ പ്രീതിയും തേടുന്നവരാണ്. അള്ളാഹിൻ്റെയും റസൂലിനെയും മാത്രമല്ല അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നവരും അള്ളാഹിൻ്റെ ഫളല് തേടുന്നവരുമാണ്. വയൻസുറൂനല്ലാഹ വറസൂലഹ്, അള്ളാഹിൻ്റെ റസൂലിനെ അവർ സഹായിക്കുന്നവരാണ്. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവർ സത്യസന്ധരാണ്. അവർക്ക് കൊടുക്കണം ഈ സമ്പത്ത്. എന്ത് മനോഹരമായ സംവിധാനങ്ങളാ. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون.
والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم. ഹിജ്റക്ക് മുമ്പ് തന്നെ അവർ വിശ്വസിച്ചവരാ, അവരുടെ സത്യവിശ്വാസം സ്വീകരിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തവർക്കുള്ളതാണ് ആ യുദ്ധം മുതൽ. അത് അൻസാറുകളെയും പരിഗണിച്ചു എന്നുള്ളതാണ്. മുഹാജിറുകളെ മാത്രമല്ല, അൻസാറുകളിലെ സ്നേഹത്തോടെ മുഹാജിറുകളെ സ്വീകരിച്ചവർ, മക്കയിൽ നിന്ന് മദീനത്തേക്ക് വെറും കൈയുമായി വന്ന മുഹാജിറുകളെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ട് ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയുണ്ടോ ഇങ്ങനെ ഒരു സ്നേഹബന്ധം? അവരുടെ വീട് പകുത്തു കൊടുത്തു, സമ്പത്ത് പകുത്തു കൊടുത്തു, എല്ലാം കൊണ്ടും അൻസാറുകളായി സഹായികളായിട്ട് അൻസാറുള്ളയായി മാറിയ അൻസാറുകൾ, മദീനയിലെ നല്ല മനുഷ്യന്മാർ, നല്ല സഹാബത്ത്, അവർക്കും കൊടുക്കണം. അവർക്കും കൂടിയുള്ളതാണ് യുദ്ധം മുതൽ. പലായനം ചെയ്ത് ഹിലാ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം. അവരുടെ ഹൃദയത്തിൽ തന്നെ ഒരു സ്ഥാനമുണ്ട്. അവർ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, സത്യദീൻ ഉൾക്കൊള്ളുന്നതിൻ്റെ പേരിലാണ് അവരതൊക്കെ ചെയ്തത്. അവരുടെ മനസ്സുകളിൽ ഒരർത്ഥത്തിലുള്ള വ്യാമോഹങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യില്ലല്ലോ. എന്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. സമ്പത്ത് കൊടുക്കുക. നമ്മൾ ആലോചിച്ചു, ഇതൊക്കെ ഇങ്ങനെ പറയാന്നല്ലാതെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുക. നമ്മളെ വീട് സ്വത്ത് പകുതി അങ്ങ് കൊടുക്കുമോ? ആരെങ്കിലും വന്നതിൻ്റെ പേരിൽ? ആരെങ്കിലും അല്ലേ, മക്കയിൽ നിന്ന് ആരൊക്കെയോ വരിക. അപ്പം അവരുടെ വിശ്വാസമാണ് അങ്ങനെ. അവർ സമ്പത്തിനോട് അവർക്ക് മോഹമില്ല. അവരുടെ സ്വന്തത്തേക്കാൾ അല അംഫുസിഹിം ഊതു വയുസിറൂന അല അംഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവരുടെ സ്വന്തത്തേക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്നു. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ശുഹ ഉണ്ടല്ലോ, അതായത് മനസ്സിൻ്റെ ഈ കുടുസ്, കൊടുക്കൂല എന്നുള്ള വിചാരം, ഈ വിചാരം അങ്ങോട്ട് മനസ്സിൽ നിന്ന് പോയാൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു. അത് ഈ ആയത്ത് ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവരെന്ന്. ഈ കൊടുക്കൂല എന്നുള്ള ആ ഒരു പിശുക്കൻ സ്വഭാവമുള്ള എത്രയോ മുസ്ലിങ്ങളുണ്ട്. ഇത് കേട്ടുകരിക്കുന്നതിൽ നിങ്ങൾ എത്ര പേരുണ്ട്? നമ്മളൊരു ആത്മവിചാരണ നടത്തി നോക്കുക. നമ്മൾ ഈ കൊടുക്കാനുള്ള ഭയങ്കരമായൊരു മടി നമ്മളെ ജീവിതത്തിൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അത് ഏത് കാര്യമാവട്ടെ, വാഹനങ്ങളാവട്ടെ, വീടാകട്ടെ, ഒരു പേന പോലും ഒരാൾ എഴുതാൻ ചോദിക്കുമ്പോൾ മടിയോടുകൂടി ഇങ്ങനെ, ഇതിപ്പോൾ ഇങ്കിപ്പോൾ തീർന്നു പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇങ്ങനെയൊന്നും നമ്മൾ ആവാൻ പാടില്ല. നമ്മൾ വിശാലമായിട്ടും അള്ളാഹിൻ്റെ മാർഗത്തിൽ അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് വിട്ടുകൊടുക്കുന്ന കാര്യമല്ല. സമ്പത്തും പലതും നമ്മൾ ചില വിഷയത്തിലൊക്കെ നമ്മൾ എടുക്കുന്ന നിലപാട് വളരെ വൈരുദ്ധ്യാത്മകമാണ്. 5 നേരം പള്ളി പോണ ആൾ ഒരു 3-4 വീട്ടുകാർക്ക് സ്വന്തം പറമ്പിലൂടെ ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ചെന്ന്, നമുക്കൊരുപാട് പറമ്പൊക്കെ ഉണ്ട്, നമ്മുടെ ഒരു പറമ്പിൻ്റെ ഒരു ഇത്തിരി ഭാഗം അങ്ങ് പോയതുകൊണ്ട് നമുക്കൊരു നഷ്ടം വരാനില്ല. നമുക്കത് ഫീ സബീലില്ല തന്നെ വിട്ടു. 4-5 വീട്ടുകാർ, അതും അയൽവാസികളായിട്ട്, നല്ല അയൽവാസിൻ്റെ ജീവിക്കാൻ എന്ത് രസമാണെന്നറിയോ. പക്ഷേ അയാൾ വിട്ടുകൊടുക്കൂല. ഇയാൾ വലിയ ആളാ, വലിയ പള്ളിയിലെ കമ്മിറ്റി മെമ്പറൊക്കെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ചില ആളുകളൊക്കെ വല്ലാതെ പിശുക്ക് കാണിക്കുക. അതവിടെ പറയുന്നത് നിങ്ങൾ ആ പിശുക്കിൻ്റെ കുടിസുന്ന് നിങ്ങൾ രക്ഷപ്പെടാത്തോടത്തോളം നിങ്ങൾ വിജയിക്കൂല. അങ്ങനെ ആരെങ്കിലും വിജയിച്ചാൽ, ആരെങ്കിലും ആ പിശുക്കൻ സ്വഭാവം അങ്ങോട്ട് മാറ്റിയാലുണ്ടല്ലോ, നിങ്ങളാണ് വിജയികൾ. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹ് വർദ്ധിപ്പിച്ചു കൊടുക്കും. നമ്മളറിയാത്ത വഴികളിലൂടെ അള്ളാഹ് സമ്പത്ത് കൊണ്ടുവരും. അത് അള്ളാഹു ആലം, നമുക്കറിയില്ല എങ്ങനെയാണ് നമുക്ക് പൈസ വരിക. അള്ളാഹ് കൊണ്ടുവരും. അള്ളയല്ലേ, ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹിൻ്റെ കഴിയിലല്ലേ. വല്ലദീന, ഒരു കാര്യം പറയാം, അള്ളാഹ് നമുക്ക് പൈസ തരണം, സമ്പത്ത് തരണം എന്ന് തീരുമാനം എടുത്താൽ അത് തടയാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയൂല. സമ്പത്തും സൗന്ദര്യം ഇതൊക്കെ അള്ളയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കുക, അത് തേടുക, ആഗ്രഹിക്കുകയും ചെയ്യാം. അള്ളാഹ് തരും ചെയ്യും. ഇനി അള്ളാഹ് അത് തടയാൻ തീരുമാനിച്ചാൽ നമ്മൾ എത്ര വലിയ ബിസിനസ്മാൻ ആയിട്ടും എത്ര ആസ്തിൻ്റെ ആയിട്ടും കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാല്ല, ഒരു രൂപ പോലും സമ്പാദിക്കാനും കഴിയില്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതോടൊപ്പം നമ്മൾ കൊടുക്കാൻ നിന്നാൽ നമുക്ക് അള്ളാഹ് ഈ സക്കാത്ത് എന്നുള്ള പദത്തിന് തന്നെ ശുദ്ധീകരണം, വളർച്ച എന്നൊക്കെയാണ്. സ്വയം ശുദ്ധീകരിക്കപ്പെടുകയും അത് വളരുകയും ചെയ്യും. ആ വളർച്ച അള്ളാഹ് ഉണ്ടാക്കി തരുന്നതാണ്. അതാണ് നമ്മുടെ വിശ്വാസം. അത് നമ്മുടെ ഈമാൻ്റെ ഭാഗമാണ്. അത് മുഅ്മിനീങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയുള്ളൂ.
والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഈ യുദ്ധം മുതൽ അവർക്ക് ശേഷം വന്നെത്തിയവർക്കുള്ളവരാണ്. അതെന്ന് വെച്ചാൽ വല്ലദീന ജാഉ മിൻ ബഅദിഹിം. അപ്പം മുഹാജിറുകളെ അൻസാറുകളെയും പരിഗണിച്ചു. അവരുടെ പ്രാർത്ഥന എന്താണെന്നറിയോ? അവർ പ്രാർത്ഥിക്കുക ഈ അർഹരായിട്ടുള്ള ഈ ഫക്കീറും മിസ്കീനും യതീമും അതുപോലെ മുഹാജിറിൽപ്പെട്ട പാവങ്ങളും അൻസാറിൽപ്പെട്ടവരും ഈ പാവങ്ങൾക്ക് വിതരണം ചെയ്യുമ്പോൾ അവരുടെ പ്രാർത്ഥന എന്തായിരിക്കും എന്നറിയോ? അവർ പ്രാർത്ഥിക്കൽ ഇങ്ങനെയാ: ഞങ്ങളുടെ റബ്ബേ റബ്ബന ഗുഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ, വലിഖ്വാനില്ലദീന സബഖൂന ബിൽ ഈമാൻ, ഞങ്ങളുടെ സത്യവിശ്വാസികളായ ഞങ്ങളുടെ മറ്റ് സഹോദരങ്ങൾക്കും അൻസാറുകൾക്കും മുഹാജിറുകൾക്കും മാത്രമല്ല ഇവിടെയുള്ള ഈ നാട്ടിലെ എല്ലാവർക്കും അല്ലാഹുവേ പുറത്തു തരണമേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നവരാ. എന്നിട്ട് ഞങ്ങളുടെ മനസ്സുകളിൽ വിശ്വാസികളോട് ഈമാൻ ഉൾക്കൊണ്ടവരോട് ഒരു രീതിയിലുമുള്ള വെറുപ്പുണ്ടാക്കല്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങളുടെ റബ്ബേ, നീ റഹ്മാനും റഹീമുമാണ്, ഔദാര്യവാനല്ലേ. ഞങ്ങളുടെ മനസ്സിലൊരു തരത്തിലുള്ള വിവേചനവും മുഹാജിറുകൾക്കിടയിൽ ഉണ്ടാക്കല്ല റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന സ്നേഹനിധികളായ ആ അൻസാറുകൾ, അവരെ വന്നു ചേർന്നവർ. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അതിന് ശേഷം വന്നവരെന്ന ആദ്യം വന്നവർ മുഹാജിറുകളാണ്, മക്കയിലെ വിശ്വാസികളാണ്. രണ്ടാമത് വന്നവർ ഇവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ദീനിനെ ഏറ്റെടുക്കുക ചെയ്ത് അഭയം കൊടുത്തവരാണ്. ഇസ്ലാമിന് അഭയം മദീന ഉണ്ടായില്ലെങ്കിൽ മക്കയിൽ വെച്ച് തീരുമായിരുന്നു അല്ലേ? സത്യവിശ്വാസികൾക്ക് അഭയം നൽകി മദീന എന്ന രാഷ്ട്രം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഇവരുടെ വിശാല മനസ്കത അത് എടുത്തു പറയാ ഖുർആൻ. മാഷാ അല്ലാഹ്. അലം തറ ഇലല്ലദീന നാഫഖൂ യഖൂലൂന ലിഇഖ്വാനിഹിമുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ് ലഇൻ ഉഖ്രിജ്തും ലനഖ്റുജന്ന മഅകും വലാ നുطീഉ ഫീകും അഹദൻ അബദൻ വഇൻ ഖൂതിൽതും ലനൻസുറന്നകും വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, ഈ പറഞ്ഞ ആളുകൾ ആ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് അൻസാറുകളായിട്ട് സഹായിച്ചിട്ടുള്ള വ്യക്തികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരിതൊന്നും ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ അവരിതിൻ്റെ അവകാശികളാണെന്ന് ഖുർആനിൽ അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹിൻ്റെ കൽപ്പന വരികയാണ്. ആലോചിച്ച് നോക്കണം. അവർ ചെയ്ത ആ വലിയ ത്യാഗത്തിനുള്ള പ്രതിഫലമാണ് ദുനിയാവിൽ വെച്ച് തന്നെ അങ്ങനെ കൊടുക്കണം എന്നത് വലിയൊരു അംഗീകാരമായിട്ടാണ് അവർ അൻസാറുകൾ അത് ഏറ്റെടുക്കുന്നത്. എന്നിട്ട് തുടർന്ന് പറയാണ്, ഈ കാപട്യം കാണിച്ച അലം തറ ഇലല്ലദീന നാഫഖു, നിഫാഖ് കാണിച്ചവർ, ഇവരാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ജൂതന്മാരിൽ പെട്ട ഈ കോട്ടക്കകത്തുണ്ടായിരുന്നവരും അതുപോലെ മക്കയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഇസ്ലാം സ്വീകരിച്ചെന്ന നാടകം കളിച്ചവരും ഒക്കെ ആയിട്ടുള്ള മുനാഫിക്കുകൾ, അത് വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു രാഷ്ട്രത്തിൻ്റെ സംവിധാനങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയ ആളുകളുണ്ട്. അവർ സത്യനിഷേധികളായ സഹോദരങ്ങൾ, അവർ നഫഖു യഖൂലൂന ലി ഇഖ്വാനിഹിം, അവർ തൻ്റെ സഹോദരങ്ങളോട് പറയുന്ന കാര്യം എന്താണ്? ഞങ്ങൾ നാട് കടത്തപ്പെടുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങളോടൊപ്പം ഞങ്ങളും പുറത്തു പോരും. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും മറ്റാരെയും അനുസരിക്കൂല.
നിങ്ങൾക്കെതിരെ യുദ്ധം ഉണ്ടായാൽ ഞങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളെ സഹായിക്കും. ഇതൊക്കെ ഈ കപടന്മാർ പറഞ്ഞ് ഇതിനൊക്കെ അള്ളാഹ് സാക്ഷിയാണ്. അപ്പോൾ ഇവർ ഈ സത്യവിശ്വാസികളായ ആളുകൾക്കിടയിൽ വന്നിട്ട്, പ്രത്യേകിച്ച് ജൂതഗോത്രങ്ങൾക്കിടയിലും അതുപോലെ തന്നെ ചില ഗോത്രങ്ങളൊക്കെ മദീനക്ക് ഇതിൻ്റെ ഒരു മുമ്പുള്ള ഒരു സംഭവം പറഞ്ഞിരുന്നല്ലോ. അതായത് മദീന എന്ന രാഷ്ട്രം ഏകദേശം അവിടെ ഒരു രാഷ്ട്രം ഉണ്ടായി, അവിടെയുള്ള പിന്നെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒത്തുതീർപ്പായി ഒരു രാജാവാകാമെന്ന് വിചാരിച്ച ഒരാൾ, അത് സൂറത്തുൽ മുനാഫിഖൂനിൽ പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. മിക്കവാറും ഇവർ രാജാവാക്കും എന്നുള്ള പ്രതീക്ഷയിൽ. അങ്ങനെയുള്ള ചില രാജപദവിയൊക്കെ ആഗ്രഹിച്ച ചില ഗോത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പരസ്പരം ഇങ്ങനെ ഉള്ളിലൂടെയുള്ള പിന്നെ ചില പ്രവർത്തനങ്ങൾ മദീനയിൽ നടത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾ നാട് കടത്തപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒരുമിച്ച് നിൽക്കും, നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. മാത്രമല്ല ഈ മദീനയുടെ ഉള്ളിലുള്ള ജൂതന്മാരെ ഈ പുറത്തുള്ള ഈ കോട്ടക്കകത്തുള്ള ജൂതന്മാർ വല്ലാതെ സ്വാധീനിക്കാറുണ്ട്. അവർ വരികയും പിന്നെ ഈ ജൂതന്മാരോട് പറയും നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നമ്മൾ ഇവരെ പ്രതിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അവർ ഇറങ്ങിത്തിരിച്ചിരുന്നു. അപ്പോൾ ഈ കാപട്യവും ഇതൊക്കെ പിന്നെ വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ. അപ്പോൾ അവർ അള്ളാഹു തന്നെ ഈ കളവാക്കിയ ആളുകളെ സാക്ഷ്യമാണ്. അതായത് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. പല കാര്യങ്ങളും ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും ആ രീതിയിൽ എന്ത് ചെയ്യണം എന്നുള്ള ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യുന്നത് ഖുർആനിലൂടെ നേരിട്ടും അല്ലാതെയും അത് സംഭവിക്കുന്നുണ്ട്. ലഇൻ ഉഖ്രിജൂ ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിലൂ ലാ യൻസുറൂനഹും വലഇൻ നസറൂഹും ലയുവല്ലുന്നൽ അദ്ബാറ സുമ്മ ലാ യുൻസറൂൻ. അങ്ങനെ ഈ കോട്ടയിൽ നിന്ന് പിന്നെ എന്നാൽ അള്ളാഹു എന്താ പറയുക, നമ്മൾ പുലിമടയിൽ ചെന്നിട്ട് പുലിയെ തുരത്തി എന്ന് പറയുന്ന പോലെ ഇവരെ കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചവരുടെ കോട്ടയിൽ ചെന്നിട്ടാണ് അവരെ തുരത്തിയത്. അപ്പോൾ അങ്ങനെ പിന്നെ ലഇൻ ഉഖ്രിജു, അവർ പുറത്താക്കപ്പെട്ടാൽ ഒരിക്കലും ഇക്കൂട്ടർ പുറത്തു പോവില്ല. അവർ യുദ്ധത്തിനിരയായാൽ ഈ കപടന്മാർ അവരെ സഹായിക്കില്ല. അഥവാ സഹായിക്കാൻ ഇറങ്ങിയാൽ തന്നെ പിന്തിരിഞ്ഞോടും. ഇവർ ഒരിടത്തുനിന്നും ഇവർക്ക് യാതൊരുവിധ സഹായവും ലഭിക്കില്ല. അപ്പോൾ ഇത് അവർ നടത്തുന്നൊരു പ്രയോഗമാണ്. എന്നാലാവട്ടെ അതൊന്നും സംഭവിച്ചതുമില്ല. അപ്പോൾ ജൂതന്മാരായ സമൂഹം മദീനത്തുള്ള ആളുകളെ സഹായിക്കാമെന്ന് പറഞ്ഞവർ തന്നെ അവർ സ്വയം ഇറങ്ങി പോകേണ്ടി വന്നു. മാത്രമല്ല അവർ വളരെ ഭീരുക്കളാണ്. അവർക്ക് ഖുതിലു അങ്ങനെ അഥവാ അങ്ങനെ പുറത്താക്കപ്പെടുകയും അവർക്കെതിരെ യുദ്ധം ഉണ്ടാവുകയും ചെയ്താൽ ലാ യൻസുറൂനഹും, അവർ ഇവരെ സഹായിക്കില്ല. മാത്രമല്ല അങ്ങനെ സഹായിക്കാൻ ഇറങ്ങിയാൽ തന്നെ ഇവർക്ക് സഹായിക്കാൻ പറ്റില്ല. അവർ പിന്തിരിഞ്ഞോടുന്നവരല്ല. യുവല്ലുന്നൽ അദ്ബാർ, അവരവരുടെ കോട്ടയിൽ പോയിട്ട് ഒളിച്ചിക്കാന്നല്ലാതെ ഇവരെ സഹായിക്കാനൊന്നും അവർ വരില്ല. അപ്പോൾ ഇത് മദീനക്കാരെ കൂടി ബോധ്യപ്പെടുത്തുന്ന ആയത്താണ്. ലഅൻതും അശദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം മിനല്ലാഹി ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ. ഈ കപടവിശ്വാസികൾ അവരുടെ മനസ്സ് അത് അള്ളാഹുവോടുള്ള ഭയം, കപടവിശ്വാസികളുടെ മനസ്സിൽ അള്ളാഹുവിനോടല്ല ഭയം അവർക്ക്, നിങ്ങളോടാണ്. അവർക്ക് യാതൊരർത്ഥത്തിൽ അവരുടെ മനസ്സിൽ മൊത്തം ഈ കപടവിശ്വാസികളായ മുനാഫിക്കുകളായിട്ടുള്ള മദീനത്ത് ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള ആളുകളുടെ പേടി അള്ളാഹ് എന്താ ചെയ്യുന്നുള്ളതല്ല, നിങ്ങളെന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന പേടിയോടുകൂടെയാണ് അവർ ജീവിക്കുന്നത്. അതായത് കപടവിശ്വാസികൾക്ക് ഇടമില്ലാത്ത അവസ്ഥയിലേക്ക് മദീനയിലെ സാഹചര്യം പിന്നീട് മാറി എന്നുള്ളതാണ്. അതിൻ്റെ സംഭവം സൂറത്തുൽ മുനാഫിഖൂൻ്റെ വിശദീകരണത്തിൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണത്. അപ്പോൾ അങ്ങനെയുള്ള ഇനി പുതിയൊരു കപടവിശ്വാസി ഉണ്ടാവാത്ത രീതിയിൽ അവരെ കൈകാര്യം ചെയ്തു എന്നാണ്. ദാലിക ബി അന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, അവർ വകതിരിവില്ലാത്ത ഒരു സമൂഹമാണ് ഇവർ.
لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر. അപ്പോൾ ഇവരുടെ പ്രത്യേകത പറഞ്ഞാൽ ഇവരിങ്ങനെയുള്ള വലിയ കോട്ടയുടെ പിന്നിലോ വൻമതിലിൻ്റെ പിന്നിലോ ഒക്കെ നിന്നിട്ട് അല്ലാതെ അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. നേരിട്ടൊരു പോരാട്ടത്തിന് പോലും അവർക്ക് തയ്യാറാവാൻ കഴിയാത്ത ഭീരുക്കളാണ് അവർ. ബഅ്സുഹും ബൈനഹും ഷദീദ്. മാത്രമല്ല അവർ തന്നെ പരസ്പരം വല്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങളും പോരാട്ടവുമായിട്ട് അവർ തമ്മിൽ അഭിപ്രായ തർക്കങ്ങളൊക്കെ നടക്കുകയാണ്. തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ. അവരുടെ മനസ്സുകളും പിന്നെ പല തരത്തിലുള്ളതാണ്, പലതാണ്. മാത്രമല്ല ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഖിലൂൻ. അവരിതിനെപ്പറ്റി ചിന്തിക്കാത്ത, അള്ളാഹുവെ പറ്റിയോ പരലോകത്തെ പറ്റിയോ ഇങ്ങനെയുള്ള ബോധം ഒരു ഖവായിദല്ലാത്ത ടീമാണ് ഇവർ. മാത്രമല്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇവരുടെ മനസ്സെത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ബദർ യുദ്ധമാവട്ടെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ശത്രുക്കളുടെ മനസ്സുകളിൽ വല്ലാത്തൊരു ഭയം ഉണ്ടാവുകയും ഞങ്ങളിതാ തോൽക്കാൻ പോകണമെന്നുള്ളൊരു നിസ്സാരരായ ആളുകളെ മുമ്പുള്ളൂ. അപ്പം ബദറിൽ 313 വരെ മുമ്പിലുള്ളത്, പുറത്ത് 1000-ലധികം വരുന്ന സമൂഹം ഉണ്ടായിട്ട് പോലും അവർക്ക് അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവർ വലിയ സൈന്യമായിട്ട് തോന്നുകയാണ്. വിശ്വാസികളുടെ ഭാഗത്ത് വലിയ സൈന്യം നിൽക്കുന്ന പോലെ അവർക്ക് തോന്നുകയാണ്. അപ്പോൾ ഈ തോന്നലുകളൊക്കെ അല്ല ഉണ്ടാക്കുന്നതാണ്. അതോടൊപ്പം അവരുടെ മനസ്സുകൾ ഇങ്ങനെ ഈ രീതിയിൽ പരസ്പരം അവർ തന്നെ സ്പ്ലിറ്റഡാണ്. അവർ അഭിപ്രായക്കാരോ മദീനയിലും വിശ്വാസി സമൂഹത്തിനുള്ള ഐക്യമൊന്നും ഇവർക്കില്ല. ഇവർ പരസ്പരം തമ്മിൽ പോരടിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന, അതും വളരെ ഭീരുക്കളായ കോട്ടക്കകത്തു നിന്നൊക്കെ യുദ്ധം ചെയ്യാൻ പറ്റുന്നവരായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് അവർ യുദ്ധം ചെയ്യുള്ളൂ. അല്ലാതെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തന്നെ വരാൻ പോലും ധൈര്യമില്ലാത്തവരാണ് ആണ് നമ്മൾ കോട്ടക്കകത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് അറ്റാക്ക് ചെയ്യുകയും പ്രതിരോധിക്കുകയും അവിടുന്ന് തുരത്തുകയും ചെയ്തു ഈ അക്രമികളായ ജനവിഭാഗത്തെ. كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم. ഇവർ കമസലില്ലദീന മിൻ ഖബ്ലിഹിം ഖരീബ, ഇവർക്ക് മുമ്പുള്ള പോലെ തന്നെയാണ് ഇവരുടെ അവസ്ഥ വരാൻ പോകുന്നത്. ദാഖൂ വബാല അംരിഹിം വലഹും അദാബുൻ അലീം. അവർക്കും കഠിനമായ ശിക്ഷയാണ്. ഇതിനു മുമ്പുള്ള ജനത എന്തൊക്കെ അള്ളാഹിൻ്റെ റസൂലിനെതിരെ പ്രവാചകന്മാർക്കെതിരെ ലോക ചരിത്രത്തിൽ സംഭവിച്ചതെന്തോ അക്രമികളായ ജനതക്ക് എന്താണോ സംഭവിച്ചത് അതന്നെയാണ് ഇവർക്കും സംഭവിക്കാൻ പോണത്. കമസലി ശൈത്വാനി ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. കമസലി ഷെയ്ത്താൻ, ഷെയ്ത്താനെ പോലെയാണ് ഇവർ. അപ്പോൾ ഇത് കാലലിൽ ഇൻസാനിക്ഫുർ, അപ്പം അവിശ്വാസിയാവുക എന്ന് പിശാച് മനുഷ്യനോട് പറയും. അങ്ങനെ മനുഷ്യൻ അവിശ്വാസിയായാൽ പിശാച് പറയും എനിക്ക് നീയായിട്ട് യാതൊരു ബന്ധമില്ല. ഇവരുടെ ഈ മുനാഫിഖിൻ്റെ നിഫാഖിൻ്റെ പണിയെടുക്കുന്നവരാണ്. അവർ പോയിട്ട് ഈ മദീനത്തുള്ള പിന്നെ ഈ സ്വഭാവത്തിൽ ചിന്തിക്കുന്ന ജൂതന്മാർ ഒറ്റടയ്ക്ക് പറയില്ല. അതിൽ ചിലപ്പം ക്രൈസ്തവരുണ്ടാവും, ചിലപ്പോൾ മുനാഫിക്കുകളുണ്ടാവും. അവരൊക്കെ എടുത്ത് പോയിട്ട് ഇവർ വലിയ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് പറയും നിങ്ങൾ ഇങ്ങോട്ട് വന്നോ, നമ്മളൊക്കെ ഒറ്റയ്ക്ക് ഇവരെ അറ്റാക്ക് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നൊക്കെ പറയാനല്ലാതെ ഇവരാരും ഇവർ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഇബിലീസിൻ്റെ ഒരു ക്യാരക്ടറൂടെ തുറന്നു കാണിക്കണ്ടേ. ഇന്നി അഖാഫുല്ല, ഞാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൽ റബ്ബുൽ ആലമീനായ റബ്ബിൽ ഭയപ്പെടുന്നു. ഇബ്ലീസ് പേടിക്കുന്നുണ്ട് എന്നാണ്. മനുഷ്യനെ വഴിതെറ്റിക്കാൻ നിൽക്കുകയും ചെയ്യും. എന്നാലാവട്ടെ ഇത് മുനാഫിക്കുകളും ഈ പറഞ്ഞ മദീനക്ക് ഭീഷണിയായിട്ട് നിന്ന ഗോത്ര സമൂഹങ്ങളുടെ നിലപാടിനെയാണ് ഷെയ്ത്താൻ്റെ ആളുകൾ എന്ന്, ഷെയ്ത്താനെ പോലെയാണ് എന്ന് പറഞ്ഞ ഉദാഹരണത്തിലൂടെ പറയുന്നത്. فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين. ഇവരുടെ ആഖിബത്തോ, അവരുടെ അവസാനം എങ്ങനെയായിരിക്കും? നരകത്തിൽ അന്നഹുമന്നാർ ഖാലിദീന ഫീഹ, നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കും. വദാലിക ജസാഉൽ ളാലിമീൻ,
അക്രമം ചെയ്തവർക്കുള്ള പ്രതിഫലം അങ്ങനെയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിൽ സൂക്ഷിക്കുക, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഇത് എല്ലാവർക്കും സുപരിചിതമായ ആയത്തുകളാണ്. ഇനി അങ്ങോട്ട് വരുന്നതൊക്കെ സാധാരണ പലയിടത്തും നമ്മൾ ഓതി കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആയത്തുകളായിരിക്കും. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഓരോരുത്തരും നാളേക്ക്, പരലോക ജീവിതത്തിലേക്ക് എന്താണ് ഞാൻ ഉണ്ടാക്കിയത്, നാളെ റബ്ബിൻ്റെ മുമ്പിലേക്കുള്ള അമലുകൾ എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ. വത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹുവിനറിയുന്ന കാര്യമാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നോ അതൊക്കെ അല്ലാഹു അറിയുന്നുണ്ടെന്ന കാര്യം തീർച്ചയായും. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. അതോടൊപ്പം നാളേക്ക് വേണ്ടി എന്ത് നിങ്ങൾ നേടിയെന്ന് ഓരോരുത്തരും ആത്മവിചാരണ നടത്തുക. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, ഒരിക്കലും ഫഅൻസാഹും അൻഫുസഹും, അല്ലാഹുവെ മറന്നതിനാൽ, അല്ലാഹുവിനെ മറന്നിട്ട് സ്വയം മറന്നു പോകുന്ന ആളുകളെ പോലെ നിങ്ങളാകരുത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറന്ന്, ഈ ജീവിതം എന്തിനാണെന്ന് മറന്ന്, ഞാൻ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നതെന്ന് മറന്ന്, ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്ന് ജീവിക്കുന്നവരായി, എല്ലാം വിസ്മരിച്ചു പോകുന്ന, മതിമറന്ന് ജീവിക്കുന്നവരായി നിങ്ങൾ മാറരുത്. അല്ലാഹുവെ ഓർക്കണം, അല്ലാഹുവോടുള്ള ഇബാദത്തിൽ ജീവിതം കഴിച്ചു കൂട്ടണം. ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അങ്ങനെ ആരെങ്കിലും മതിമറന്ന്, എല്ലാം മറന്ന് ജീവിതത്തിലേക്ക്, ദുനിയാവിലേക്ക് ഒട്ടിപ്പിടിച്ച് ജീവിച്ചു പോയാൽ അവരാണ് ഫാസിഖുകൾ, അവരാണ് അക്രമകാരികൾ, അതിക്രമം ചെയ്തവർ. ലാ യസ്തവീ അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. സ്വർഗാവകാശികളും നരകാവകാശികളും ഒരിക്കലും തുല്യരാവൂല. അവർ രണ്ടുപേർക്കും രണ്ട് ദറജയാ. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. ജന്നത്തിൽ, സ്വർഗലോകത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർ വിജയികളാണ്, അവരാണ് വിജയികളുടെ കൂട്ടത്തിൽപ്പെട്ടവർ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മേലെയാണോ, ഒരു ജബലിൻ്റെ മേലെയാണോ ഇത് അവതരിച്ചതെങ്കിൽ ദൈവഭയത്താൽ അത് ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അത് ദൈവത്തോടുള്ള ഖുശൂഅ കൊണ്ട് അത് പൊട്ടിപ്പിളർന്നതാവും. അള്ളാഹുവോടുള്ള ഭയം കൊണ്ട് അത് പൊട്ടിത്തകർന്ന് വീണു പോകുമായിരുന്നു. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. നിനക്ക് ഈ ഉദാഹരണങ്ങളെല്ലാം മനുഷ്യർക്കായി വിവരിക്കാണ്. അവരെല്ലാം മനസ്സിലാക്കട്ടെ, ജനങ്ങൾ മനസ്സിലാവുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ, ചിന്തിക്കട്ടെ. എന്തൊരു വലിയ ഉദാഹരണം ഈ ഖുർആൻ്റെ ഗാംഭീര്യം. വിശുദ്ധ ഖുർആൻ്റെ, അള്ളാൻ്റെ കലാമ് മനുഷ്യർക്ക് അവതരിക്കപ്പെട്ട ഈ വചനങ്ങളില്ലേ, ഇതൊരു മലയുടെ മീതെയാണ് അവതരിക്കപ്പെട്ടതെങ്കിൽ ഭയവിഹ്വലമായിട്ട് ആ മല കിടുകിടാ വിറച്ചത് പൊട്ടിത്തകർന്നു പോകുമായിരുന്നു. അത്രമേൽ ഭാരിച്ച വിശുദ്ധ ഖുർആനാകുന്ന ഉത്തരവാദിത്വം കിട്ടിയിട്ട് പോലും
ജീവിതത്തിൽ അള്ളാഹുവെക്കുറിച്ച് ഓർക്കാതെ സ്വയം വിസ്മരിച്ച് ജീവിക്കുന്ന ഏറ്റവും വലിയ ഫാസിഖീങ്ങളിൽ നമ്മളാരും ഉൾപ്പെടരുതേ. അള്ളാഹുവേ, ഞങ്ങളെ നിന്റെ യഥാർത്ഥ ദാസന്മാരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. വിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഹുവല്ലാ, അവനാണ് അള്ളാഹു. എങ്ങനെയുള്ള അല്ലാഹ്? ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാത്ത ഒരു ഇലാഹില്ല. ഇലാഹ് അള്ളാഹു മാത്രമാണ്. ആലിമുൽ ഗൈബി വശഹാദ, അവനാണ് ആലിമുൽ ഗൈബ്, ഗൈബിയായ കാര്യങ്ങളെല്ലാ കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നവനാണ്. റഹ്മാനുർ റഹീം, അവൻ കരുണാവാരിധിയാണ്, കരുണക്കടലാണ്, പരമകാരുണ്യകനാണ്, ദയാപരനാണ്. റബ്ബ് അല്ലാഹുവാണ്, അവൻ ലാ ഇലാഹ ഇല്ലാഹു, അവനാണ് ഇലാഹ്. നമുക്ക് ഇലാഹ് വേറെ ഉണ്ടാവരുത്. നമുക്ക് ഇലാഹായിട്ട് അള്ളാഹു, ഇലാഹ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ പറയാനൊരു വാക്ക. ഇത് പണ്ട് ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് കേട്ട് ആരോ പറഞ്ഞു, ഒമൻ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ഒമൻ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. ആരാ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ അയാൾ സ്വർഗത്തിൽ കിടക്കും. ഈ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടപാടെ തന്നെ ഈ സഹാബി ഇറങ്ങിയോടി എല്ലാവരോടും പറഞ്ഞു നടന്നത്. ആരോ പറഞ്ഞ് കേട്ട് ഇങ്ങനെ വന്നതാ. അങ്ങനെ അങ്ങാടിയിലൊക്കെ പറഞ്ഞു നടക്കേണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെയും കൂട്ടിയിട്ട് പിടിച്ചു ചെന്നു. നേരെ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒമൻ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. ഇതെന്താ പറഞ്ഞു നടക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വിശദീകരണം കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാ മാത്രം പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിൽ. ഇത് കേരളത്തിൽ പണ്ട് ശരീഅത്ത് വിവാദം ഉണ്ടായ സമയത്ത് കോടതിയിൽ വെച്ച് വലിയൊരു വിവാദ സന്ദർഭത്തിൽ ഒരു ജഡ്ജ് മുസ്ലിം പണ്ഡിതനായ ഒരു വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കുമോ? അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നതോടെ ഒരാൾ മുസ്ലിം ആവുമോ? ഇതാണ് ചോദ്യം. ജഡ്ജിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ മറുപടി പറയാതെ ഈ പണ്ഡിതൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ജഡ്ജി ചോദിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നില്ലേ, സ്വർഗത്തിൽ പ്രവേശിക്കുമോ അല്ലെങ്കിൽ മുസ്ലിം ആകുമോ? വീണ്ടും മൂന്നാമതും ജഡ്ജിൻ്റെ ചോദ്യം വന്നപ്പോൾ ഈ മുസ്ലിം പണ്ഡിതൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ മുസ്ലിമായോ? അതേ, വാക്കല്ല, ജീവിതമാണ്. അത് ജീവിതത്തിലേക്ക് ഇലാഹായിട്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ സാമ്പത്തിക രംഗത്ത് ഹറാമായ സമ്പത്ത് വരരുത്. എൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിൽ ഇലാഹ് എൻ്റെ റബ്ബാണ്. എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഇലാഹ് എൻ്റെ റബ്ബാണ്. എൻ്റെ നാവിൻ്റെ വിഷയത്തിൽ തോന്നിയ പോലെ എല്ലാം പറഞ്ഞ് നടക്കാൻ പറ്റൂല. നാവിൻ്റെ ഇലാഹ് റബ്ബാണ്. എൻ്റെ എല്ലാം ജീവിതത്തിൻ്റെ ഞാൻ കാണുന്നത്, കേൾക്കുന്നത്, പറയുന്നത്, സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ, നല്ലത് പറയാൻ, നല്ലത് കാണാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് ചിന്തിക്കാൻ, ഇതൊക്കെ ഉലൂഹിയ്യത്ത് പരമമായിട്ട് എൻ്റെ എല്ലാ ആരാധനകൾക്കും പാത്രം, ഞാൻ ആരാധിക്കപ്പെടേണ്ടത്, ഞാൻ അനുസരിക്കപ്പെടേണ്ടത് എല്ലാം എൻ്റെ അള്ളാഹുവോട് മാത്രമാണ്. എൻ്റെ ഇലാഹ് സർവ്വതിൻ്റെയും. ഞാൻ വേറൊന്നിൻ്റെയും ഫാനാവില്ല. ഞാൻ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ അല്ല. ഞാൻ ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഉലൂഹിയത്ത് അംഗീകരിച്ചവനാണ് എന്ന പ്രഖ്യാപനം. ഇതാണ് വേണ്ടത്. ഹുവല്ലാ, അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കണം. അത് ആലിമുൽ ഗൈബി വശഹാദ. നമ്മൾ കാണാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത പലതും ഈ ഭൂമിയിലുണ്ട്. നമ്മുടെ തൊട്ടടുത്തതേ മലക്കുകളില്ലേ, നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ജിന്നുകൾ കാണുന്നില്ല. അതുപോലെ തന്നെ മലായിക്കത്തിൻ്റെ സാന്നിധ്യം, പിശാചിൻ്റെ സാന്നിധ്യം അതും എല്ലായിടത്തും ഉണ്ടല്ലോ. പിശാച്, ഇബ്ലീസ്, പക്ഷെ അതൊന്നും നമ്മൾ കാണുന്നില്ല. അതൊക്കെ അള്ളാഹുവിങ്കലാണ്. ഫ്യൂച്ചർ, ഭാവി, ഇതിൻ്റെ ഭൂതം, ഈ പ്രപഞ്ചത്തിൻ്റെ ഒക്കെ അപ്പുറം, ഈ ലക്ഷക്കണക്കിന് ഈ നക്ഷത്രങ്ങളുടെ ഒക്കെ അപ്പുറം, മഹാപ്രപഞ്ചത്തിൻ്റെ ഒക്കെ അപ്പുറം ഇത്ര വലിയ പ്രപഞ്ചങ്ങൾ വേറെ ഉണ്ടാവാം. അള്ളാഹു ആലം. ഇതൊക്കെ അള്ളാഹുവാണ്. ഗൈബിയായ ഇനി ഭാവിയിൽ നടക്കാനുള്ളതും ഗൈബാണ്. അതൊക്കെ റബ്ബിനറിയാം. ഹുവല്ലാ, അള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന ആയത്തുകളാ തുടർന്നുള്ളത്. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. അള്ളാഹുവാണ്, ലാ ഇലാഹ ഇല്ല, അവനല്ലാതെ ഒരു ഇലാഹുമില്ലെന്ന് വീണ്ടും പറയാ. ഇല്ലാഹുവൽ മലിക്, അവനാണ് രാജാവ്, അവനാണ് എല്ലാറ്റിൻ്റെയും രാജാധിപൻ. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ചെറിയൊരു ഉദ്യോഗ പദത്തിലെത്തുമ്പോൾ വലിയ രാജാവാകുന്നവർ, ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ തലവനാകുമ്പോഴത്തേക്കെല്ലാം മറന്ന് ഞാനൊരു വലിയ ആളാന്ന് ചിന്തിക്കുന്നവരൊക്കെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ
ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ICUയിലോ എവിടെയെങ്കിലും കടന്നിട്ടങ്ങ് മരണപ്പെട്ട് യാത്രയാകുന്നു. പണ്ടൊക്കെ വലിയ ഒരുപാട് അനുയായികളുമായൊക്കെ നടന്നിരുന്ന ആളുകളില്ലേ, അവരൊക്കെ മണ്ണറയിലേക്ക് തിരിച്ചു പോണ്. എന്നാൽ യഥാർത്ഥ രാജാവ് അള്ളാഹുവാണ്, ഖുദ്ദൂസാണ്, പരീവമായ പരിശുദ്ധനാണ്, അസ്സലാമാണ്, സമാധാനദായകനാണ്. ലോകത്തെ എല്ലാവർക്കും സമാധാനം റബ്ബിൽ നിന്നാണ്. മുഅ്മിനാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈ മുഅ്മിൻ ഈമാൻ്റെ മുഅ്മിനല്ല, അഭയം നൽകുന്നവനാണ്. മുഹൈമിനാണ്, എല്ലാറ്റിൻ്റെയും മേൽനോട്ടം അവനാണ്. അസീസാണ്, അജയ്യനാണ്, അള്ളാഹനെ അതിജയിക്കാൻ ആർക്കും സാധ്യമല്ല. അൽ ജബ്ബാറാണ്, എല്ലാറ്റിൻ്റെയും പരമാധികാരം അള്ളാഹുവിനാണ്. മുത്തക്കബ്ബിറാണ്, ഉന്നതനാണ്. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അള്ളാഹു ഏറെ പരിശുദ്ധനാണ്, അവനിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഒരർത്ഥത്തിലും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ സാധ്യമല്ല. ഇതൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ സലാം എന്നോട് പറഞ്ഞാൽ പോരാ, ഖുദ്ദൂസ് എന്നോട് പറഞ്ഞാൽ പോരാ. അതിലപ്പുറത്തേക്കുള്ള ഒരുപാട് ഇൽമിൻ്റെ വഴികളുണ്ട്. ആ ഒരു അസ്മാഉൽ ഹുസ്നയുടെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട്. ഈ അള്ളാഹിൻ്റെ അസ്മാഉൽ ഹുസ്ന ഉണ്ടല്ലോ, ഈ 99 നാമങ്ങൾ, ആ നാമങ്ങളിലേക്ക്, ആ ഒരു ഗുണങ്ങളിലേക്ക്, ആ വിശേഷണങ്ങളിലേക്ക് നമ്മൾ ഒരു തരം തസവുഫിൻ്റെ ചിന്തയാണ്. നമ്മൾ കൂടുതൽ അതിലേക്ക് അടുക്കേണ്ടതുണ്ട്. അതിലേക്ക് ഈ മലിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മുലൂക്കിയത്തിൻ്റെ ചെറിയ അംശമല്ലേ. നമ്മുടെ വീട്ടിൻ്റെ മലിക്കാണ് അല്ലേ, മാലിക്കാണ്, ഉടമസ്ഥനാണ്. അതുപോലെ ചില കൊച്ചു കാര്യത്തിൻ്റെ രാജാവ് നമ്മളല്ലേ. ആ ഒരു രാജാധിപത്യം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. പിന്നെ ഖുദ്ദൂസ്, പരിശുദ്ധനാണ്. നമ്മൾ ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ആത്മാവിനെ കളങ്കപ്പെടുത്തരുത്. അള്ളാഹുവിനെ നമ്മൾ പ്രാപിക്കണം. ഇത് പറയുന്നത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയാം. ഒരു എൻലൈറ്റൻമെൻറ്റ് എന്ന അവസ്ഥയിൽ നമ്മൾ എത്തേണ്ടതുണ്ട്. ഒരു 40 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഈ ഒരു ചിന്ത തുടങ്ങും. നമ്മൾ അള്ളാഹുവിലേക്ക് ഇഴകിച്ചേരേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളിലേക്ക്. സലാം, സമാധാനദാതാവ്, അള്ളാഹു സമാധാനദാതാവാണ് എന്ന് കൊടുക്കുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതം മാറണം. ഞാൻ എന്ന വ്യക്തി വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്ന ആളാവണം. ഉള്ള സമാധാനം കെടുത്തുന്ന ആളാവരുത്. ഉമ്മാൻ്റെ സമാധാനം, ബാപ്പൻ്റെ സമാധാനം, മക്കളുടെ സമാധാനം, ഭാര്യയുടെ സമാധാനം, അവർക്കൊക്കെ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലൂടെ ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറുമ്പോഴാണ് അള്ളാഹുവിനെ നമുക്ക് പ്രാപിക്കാനാവുക. അസ്മാഉൽ ഹുസ്ന വെറുതെ പറഞ്ഞാൽ പോരാ, അതിലേക്ക് നമ്മൾ എത്തുക. ഓരോ അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളുടെ ചെറിയൊരു പതിപ്പിലേക്ക് നമ്മളും മാറണം. എന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹാകാന്നല്ല, അള്ളാഹുവിൻ്റെ അള്ളാഹ് റഹ്മാനാണെങ്കിൽ നമ്മൾ റഹ്മാൻ ആവണം. അള്ളാഹു അഫു ചെയ്യുന്നവനാണ്, അപ്പോൾ നമ്മൾ അഫു ചെയ്യണം. എങ്ങനെ അഫു ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ പരമാവധി വിട്ടുകൊടുക്കണം. അങ്ങനെ വദൂദ് എന്ന് പറയുമ്പോൾ വദൂദായിട്ട് നമ്മളും മാറണം. അപ്പോൾ അള്ളാഹിൻ്റെ സിഫാത്തുകളിലേക്ക് നമ്മളൊരു ഇഴകിച്ചേരൽ നടക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മളാലാകുന്ന രീതിയിൽ. എന്നിട്ട് അള്ളാഹുവോട് അങ്ങനെ അള്ളാഹുവിൻ്റെ ഗുണത്തിലേക്ക് നമ്മൾ ചേരണം. വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. എന്നാൽ ഖാലിഖാവാൻ നമുക്ക് സാധിക്കില്ല, എല്ലാ കാര്യവും പോലെയല്ല. ഈ സൃഷ്ടിക്കുക എന്ന ക്രിയേഷൻ്റെ പരമമായ സൃഷ്ടിപ്പ് അള്ളാഹ്ക്കല്ലേ പറ്റുള്ളൂ. നമ്മളിവിടെയുള്ള പല സാധനങ്ങളും നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്, ചെറിയൊരു പതിപ്പ് നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യണമെന്ന് പറയും, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി. നമ്മൾ യഥാർത്ഥത്തിൽ ക്രിയേറ്റ് ചെയ്യാന്നല്ല, മെയ്ക്ക് ചെയ്യാണ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ. അത് നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ക്രിയേഷൻ, അതിൻ്റെ ഇല്ലായ്മയിൽ നിന്ന് അതിൻ്റെ സൃഷ്ടിപ്പ് നടത്തുന്ന അള്ളയാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ വാക്കിനും കൃത്യമായ പഠനം ആവശ്യമാണ്. അൽ ബാരി ഉൽ മുസവ്വിറും അവനാണ്, രൂപനിർമ്മാതാവ്, ഓരോ രൂപത്തെയും സൃഷ്ടിച്ചവനും. ബാരിഉം അതിനെ സൃഷ്ടിച്ചെടുത്ത് അതിനെ രൂപപ്പെടുത്തി അതിനെ സംവിധാനിക്കുന്നത് അവനാണ്. ലഹുൽ അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രീതിയിൽ, ചില രീതിയിലൊക്കെ അസ്മാവിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള വഴിതെറ്റിയ ചടങ്ങുകളും സംവിധാനങ്ങളും ആചാരങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലും നടക്കുന്നുണ്ട്. അസ്മാവിൻ്റെ പേരിലൊക്കെ
ചിലതൊക്കെ വഴികേടിലാണ്, സിഹറും വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ, ഷിർക്കിലേക്കൊന്നും വഴിമാറരുതേ എന്ന നിർബന്ധ ബുദ്ധി എല്ലാവർക്കും ഉണ്ടാകണം. ലഹുൽ ഹസ്ന, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ വഴിവിട്ട് സഞ്ചരിക്കരുതേ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അവസ്ഥ ഉണ്ടാകരുതേ. അങ്ങനെയൊക്കെ വഴിതെറ്റി ആൾ ദൈവങ്ങളുടെ പിന്നാലൊക്കെ പോകുന്ന 5 നേരം നിസ്കരിക്കുന്ന ആൾക്കാരെ പറ്റിയൊക്കെ എന്ത് പറയാനാണ്. യുസബ്ബിഹു ലഹു, അവിടെയൊക്കെ നമ്മൾ നമ്മുടെ ഇസ്ലാം എന്ന ആദർശത്തെയാണ് നമ്മൾ കളങ്കപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ വെറുപ്പ് ജീവിതത്തിൽ സമ്പാദിക്കരുതേ എന്ന് താഴ്മയോട് അപേക്ഷിക്കുകയാണ്. പല വിഷയത്തിൽ ദീനൊക്കെ അറിയുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾക്കൊക്കെ പോവുക. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രശ്നം ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹിൽ തവക്കുൽ ചെയ്യേണ്ടതിന് പകരം പല ആളുകളുടെ വ്യക്തി, അള്ളാഹിൻ്റെ സൃഷ്ടിപ്പല്ലേ, നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുകയും ബാത്റൂമിൽ പോവുകയും ചെയ്യുന്ന, പേടിക്കുകയും നമ്മുടെ പോലെ സഹജമായ മനുഷ്യ വികാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന മനുഷ്യന്മാരാണ് അവരൊക്കെ. അവരുടെ മുമ്പിലൊക്കെ പോയിട്ട് കുമ്പിട്ട് സുജൂദ് ചെയ്ത് എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അതിലൊന്നും നമ്മൾ ചേരരുത്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർള്, ഈ സൂറത്ത് തുടങ്ങുന്നതിൽ തന്നെ സബ്ബിഹു ലഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള്, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. ആകാശവും ഭൂമിയും സകല സമാകാശങ്ങളും ഭൂമിയും അതിലെ സകല ചരാചരങ്ങളും അള്ളാഹുവേ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. വഹുവൽ അസീസുൽ ഹകീം, അള്ളാഹു അജയ്യനാണ്, അള്ളാഹു യുക്തിജ്ഞനാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കണം എൻ്റെ പ്രിയമുള്ളവരെ. അള്ളാഹുവേ, നിന്നെ മനസ്സിലാക്കാൻ അള്ളാഹുവേ അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്ന് നിൻ്റെ ഖുർആൻ ചോദിച്ചത്. അള്ളാഹുവേ, നിന്നെ മനസ്സിലാക്കാൻ, നിന്നെ അറിയാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് ജീവിതത്തിൽ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, നിൻ്റെ മുമ്പിലേക്ക് കരങ്ങൾ നീട്ടിക്കൊണ്ട് ദുആ ചെയ്യാ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ, അറിവില്ല അള്ളാഹുവേ, ഞങ്ങളിങ്ങനെ പഠിച്ചു വരുന്നേയുള്ളൂ. നിൻ്റെ കലാമൊന്നും ഉൾക്കൊള്ളാനുള്ള മാനസികമായ വിശാലത നൽകണേ അല്ലാ. അള്ളാഹുവേ, ശരിയായ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി നിന്നെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. ഓരോ സൂറത്തുകളും ഇങ്ങനെ അവസാനിക്കുമ്പോൾ അള്ളാഹുവേ, ജീവിതത്തിൽ വലിയ എന്തോ നല്ലത് ചെയ്ത പോലെ അള്ളാഹുവേ, ഇതിനെ ഞങ്ങൾക്ക് നാളെ പരലോകത്തേക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു നല്ല സ്വാലിഹായ അമലാക്കി മാറ്റണേ അല്ലാ. അള്ളാഹുവേ, ലോകത്തൊരുപാട് അക്രമികളായ ജനതകൾ കഴിഞ്ഞുപോയി. അള്ളാഹുവേ, നിഷേധികൾ, കാഫിറുകൾ, മുനാഫിക്കുകൾ, അള്ളാഹുവേ, അവർക്ക് നീ നൽകുന്ന ശിക്ഷയെപ്പറ്റി ഖുർആനിലെ പല ഭാഗത്തും ഞങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവേ, അത്തരത്തിലുള്ള കാഫിറുകളായ മുനാഫിക്കുകളായ നിന്റെ കോപത്തിന് വിധേയരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളെ ഈമാനുള്ളവരാക്കണേ അല്ലാ, വിശ്വാസം ഹൃദയത്തിലുള്ളവരാക്കണേ അല്ലാ. മുഖ്ലിസീങ്ങളിൽ ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ അമലുകൾ ചെയ്യുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. മുഅ്മിനീങ്ങളാക്കി യഥാർത്ഥ ഈമാനോടെ വിശ്വാസത്തോടെ ജീവിക്കുന്ന നല്ല ആബിദീങ്ങളിൽ അള്ളാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ, നിന്നോട് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് തരണേ അല്ലാ. നിന്നോടല്ലാതെ ജീവിതത്തിൽ മറ്റാരുടെ മുമ്പിലും ഞങ്ങൾ സുജൂദിൽ വീണിട്ടില്ല, ഇനി അങ്ങനെ വീഴുകയുമില്ല. ആരുടെ മുമ്പിലും തല കുമ്പിട്ടിട്ടില്ല. അള്ളാഹുവേ, നിന്റെ മുമ്പിലല്ലാതെ ആരുടെ മുമ്പിലും തല ഇനി കുമ്പിടുകയുമില്ല. അള്ളാഹുവേ, നിന്നോട് മാത്രം ഇബാദത്തിൽ ജീവിതത്തിൻ്റെ ഒടുക്കത്തെ ശ്വാസം വരെ നിന്റെ തസ്ബീഹിലും തഹ്ലീലിലുമായി, നിന്റെ ദിക്റിലും ഫിക്റിലുമായി ജീവിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ലോകത്താർക്കും അറിയുന്നതിനേക്കാൾ അപ്പുറം നിനക്കറിയ റബ്ബേ. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ദൂരീകരിച്ച് തരണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവേ, അതൊക്കെ മാറ്റിത്തരണേ അല്ലാ. ശിഫ നൽകുന്നവൻ നീയാ, വേറെ ആരും ശിഫ നൽകാനില്ല. പലർക്കും മെഡിക്കലും സംവിധാനങ്ങളും ചികിത്സയും ഒക്കെ ഇവിടെ ഉണ്ട്, അത് തേടണം. പക്ഷേ അള്ളാഹുവേ, ആത്യന്തികമായ ശിഫ ശമനം നൽകുന്നവൻ നീയാ. അള്ളാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും രോഗങ്ങളും
പ്രയാസങ്ങളും കൊണ്ട് കഷ്ടപ്പെട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി കിടക്കുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. അങ്ങനെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ഉണ്ട് അല്ലാഹുവേ. അവരുടെ അസുഖങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എപ്പോഴും ഈ ഒരു തേട്ടമാ റബ്ബേ, ഞങ്ങളുടെ അഹിലിനെ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ നീ ഹിദായത്തിലാക്കണേ അല്ലാ. നിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നവരാക്കണേ അല്ലാ. ഞങ്ങളുടെ രക്തബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അല്ലാഹുവേ, അയൽവാസികൾ, ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അല്ലാഹുവേ, അവരൊക്കെ നിന്റെ സത്യദീനിലേക്ക് നീ വഴി കാണിക്കണേ അല്ലാ. നിന്റെ മുമ്പിൽ ഹിദായത്തിലാക്കണേ അല്ലാ. അവരെയും നാളെ ഞങ്ങളെയും ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, 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 നിന്റെ മുമ്പിൽ അർദ്ധരാത്രികളിൽ എഴുന്നേറ്റ് നിന്ന് സുജൂദിൽ വീഴാനും നിസ്കരിക്കാനും റുക്വ ചെയ്യാനും ഒക്കെ അല്ലാഹുവേ യാതൊരു മടിയുമില്ലാതെ തഹജ്ജുദിലേക്ക്, ഖിയാമുൽ ലൈലിലേക്ക് ഞങ്ങളെ ഉണർത്തി എഴുന്നേൽപ്പിക്കണേ അല്ലാ. ഒരു രീതിയിലുള്ള ആലസ്യവുമില്ലാതെ നിന്റെ മുമ്പിൽ 5 വഖ്തും നിസ്കരിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാവ് കൊണ്ട് ജീവിതത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ മുറിവേറ്റെന്നറിയില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ നാവിനെ സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, അരുതാത്തതൊന്നും, മറ്റുള്ളവർക്ക് വേദനിക്കുന്ന ഒന്നും ഞങ്ങളുടെ നാവിൻ്റെ അറ്റത്ത് നിന്ന് ഞങ്ങളുടെ വായിലൂടെ വരുത്തല്ലേ അല്ലാ. കണ്ണുകൾ കൊണ്ട് തെറ്റായ ഒരു കാഴ്ചയും നീ കാണിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മനസ്സുകളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, തഖ്വ കൊണ്ട് ഞങ്ങളെ മനസ്സിനെ ശുദ്ധീകരിക്കണേ അല്ലാ. കൽബകങ്ങളെ നന്നാക്കി തരണേ അല്ലാ. റിസ്ഖ് അല്ലാഹുവേ, നീ റാസിഖാണ്. ഞങ്ങളെ നീ പട്ടിണിക്കിടില്ലെന്നറിയാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹലാലായ സമ്പാദ്യം തരണേ തമ്പുരാനെ. ഹറാമായ ഒരു രൂപ പോലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഖുർആൻ പഠിക്കുന്നവരാ, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാ, അല്ലാഹുവേ, വഴികേടിലാക്കല്ലേ അല്ലാ. നാളെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا أجرنا من النار. اللهم رب اغفر لنا ذنوبنا يا رب العالمين. اللهم رب ارحمهما كما ربيانا صغيرا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.